നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരെന്ന് പറയുന്ന പ്രദേശമാണ്. ഇത് ഗാന്ധിജിയുടെ പാദസ്പർശം കൊണ്ട് പുണ്യം ആയ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കുറച്ച് കാലം മുമ്പ് ഇതൊരു കാർഷിക പ്രധാനമായ ഒരു സ്ഥലമായിരുന്നു. ഇന്നിപ്പം നമ്മുടെ നാഗരികതയുടെ കടന്നുകയറ്റവും ഒക്കെ കൊണ്ട് ഇവിടെ കൃഷിയൊക്കെ ഏതാണ്ട് അന്യം നിന്നിരിക്കുകയാണ്. ഞാൻ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചതെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ അച്ഛൻ ഒരു നല്ല അധ്വാനിയായ ഒരു കർഷകനായിരുന്നു. ആ കർഷക പാരമ്പര്യം എന്നിൽ ഇന്നും ഉണ്ടെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ DRDOയിൽ 35 കൊല്ലം ശാസ്ത്രജ്ഞനായിരുന്നു. അന്ന് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം ഡിഫൻസ് ആയതുകൊണ്ട് ശത്രുവിനെ നശിപ്പിക്കാനും ശത്രുവിനാൽ കൊല്ലപ്പെടാതിരിക്കാനും ഉള്ള ശ്രമമായിരുന്നു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നത്. DRDOയിൽ നിന്ന് 35 കൊല്ലത്തെ സേവനം കഴിഞ്ഞിട്ട് പെൻഷനായപ്പം ഇവിടെ പരിസ്ഥിതി ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും പിന്നെ ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, ഇതൊക്കെ വലിയ ഒരു പ്രശ്നമായിരുന്ന കാലമായിരുന്നു. അന്നേരം ഞാൻ ശാസ്ത്രത്തിലൊരു വഴിതെറ്റിയ ആണെന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. എങ്കിലും അവിടെയും ഞാൻ മോശമല്ലാതൊക്കെ ആണ് പ്രവർത്തിച്ചത്. എന്നാലും ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെ എനിക്ക് കുറേ കൂടെ താല്പര്യമുള്ള രംഗത്തേക്ക് പ്രവർത്തിക്കാനൊരു അവസരം കിട്ടണമെന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെൻഷനായി. എറണാകുളത്ത് നിന്നാണ് പെൻഷനായത്. ഇവിടെ എൻ്റെ കുടുംബ വീടാണ്. ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കൃഷി ഒക്കെ ഒരു പുനർജീവനം കൊടുക്കാമെന്ന്, പുനരുദ്ധരിക്കാമെന്നുള്ള ഒരു മോഹം വന്നു. അതോടുകൂടി ഗാന്ധിജിയുടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്നുള്ള ആ ഒരു ഉത്ബോധനം അതെന്നെ വളരെ ആകർഷിച്ച ഒരു ഉത്ബോധനമായിരുന്നു. അന്നേരം അതനുസരിച്ച് പ്രകൃതിയോടും കൃഷിയോടും ഉള്ള ആഭിമുഖ്യം പ്രവൃത്തിയിലൂടെ കാണിക്കണമെന്ന്. മറിച്ച് വാചക കൃഷിയും വാചക പരിസ്ഥിതി സ്നേഹവും ഒക്കെ ഉണ്ട്. അല്ലാതെ പ്രവൃത്തിയിലൂടെ ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമായിട്ട് ആളുകളെ, ഇനിയും പുതുതായിട്ട് ആളുകളെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഉള്ളവരെ ഇതിനകത്ത് നിലനിർത്താൻ എന്തെങ്കിലും തരത്തിൽ കർഷകന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം. നമുക്ക് ഇത് നേരത്തെ ഒരു 10-12 കൊല്ലം മുമ്പ് ഇവിടെ കമുക് ഒരു അടയ്ക്കായ്ക്ക് 4 രൂപ വരെ ഉണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ ഒരു 600 അടയ്ക്കാമരം നട്ടിരുന്നു. അവസാനം വന്ന് കഴിഞ്ഞ കൊല്ലം വരെ ഒരു അടയ്ക്കായ്ക്ക് 7 പൈസ വരെ ആയി. അന്നേരം അടയ്ക്കാ കൃഷി യാതൊരു തരത്തിലും പ്രയോജനകരമല്ലാത്ത അവസ്ഥയായി. ഇന്ന് അതൊക്കെ മാറിയിട്ട് ഒരു അടയ്ക്കായ്ക്ക് 3 രൂപയൊക്കെ വിലയുണ്ട്. ഈ അടയ്ക്കാമരം നല്ല ഈൽഡുള്ളതാണ്. ഒരു കൊല ഏതാണ്ട് ഒരു 400 അടയ്ക്ക വരെ ഉണ്ടാകുന്ന അടയ്ക്കാമരമാണ്. അത് വെണ്ടച്ചെടിയാണ്. അത് സാധാരണ കാണുന്നതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടാണ്. ഒരു മുഴത്തിൽ കൂടുതൽ നീളമുള്ള വെണ്ടയ്ക്കയാണ്. ഒരു 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു വീട്ടിലെ കറിക്കുള്ള ആവശ്യത്തിനുള്ള വെണ്ടയ്ക്കായിരിക്കും. ആ കാണുന്നത് പന്നിയൂർ 7 എന്ന് പറയുന്ന കുരുമുളകാണ്. പന്നിയൂർ 7ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് അല്പം ചൂടലാണെങ്കിലും അത് നല്ലപോലെ കായ്ക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കരിമുണ്ടയുണ്ട്. കരിമുണ്ടയാണെങ്കിൽ അതിന് വളരെ ദൃഢമായ മണികളാണ്. പക്ഷേ ഉൽപ്പാദനത്തിൽ ഈ പന്നിയൂരിനെ പോലെ അത്ര ഫലപ്രദമല്ല. ഇത് പച്ചമുളകാണ്. ഇത് സമഗ്ര കൃഷിയിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ചുവട്ടിൽ ആദ്യം നട്ടിരുന്ന പയറാണ്. ആ പയറിൻ്റെ ഭാഗങ്ങളാണ്. പയറിൻ്റെ ഏതാണ്ട് അതെല്ലാം കഴിയാറായി. ഇനി അത് കഴിഞ്ഞുടനെ അതിൻ്റെ ചുവട്ടിൽ കൂടെ നട്ടിരുന്നതാണ് ഈ പച്ചമുളക് ചെടി. പച്ചമുളക് ചെടി ഇതിൻ്റെ കൂടെ നട്ടതിൻ്റെ ഉദ്ദേശം ഇതാണ്. പച്ചമുളക് പിന്നെ ഏതാണ്ട് ഒരു കൊല്ലത്തോളം പിന്നെ വളരുന്ന ചെടിയാണ്.
അന്നേരം പയർ പോയി കഴിഞ്ഞാൽ പയറിൻ്റെ വേരിൽ സംഭരിച്ച നൈട്രജൻ നോഡ്യൂൾസ് മുഴുവൻ അഴുകി ഈ ചെടികൾക്ക് കൂടുതൽ നൈട്രജൻ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ആദ്യം പയർ നട്ടു, അതിൻ്റെ കൂടെ പിന്നെ മുളക് നട്ടു. പയറിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അതിന് റൂട്ട്സിൽ സംഭരിച്ച റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ മുഴുവൻ അതിനകത്ത് നൈട്രേറ്റാക്കി മാറ്റി അതിന് ചെടികൾക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുന്നുണ്ട്. അന്നേരം അതുകൊണ്ടാണ് ഈ മുളക് കണ്ടില്ല, ഇതിനകത്ത് ഇത്രയും മുളക് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ചെറിയ ഇടത്തിൽ നിന്ന് ചാക്കിനകത്ത് ഇത്രയും മുളകുണ്ടാകുന്നതിന് കാരണം അതിന് മറ്റേ പയർ ചെടിയിൽ നിന്ന് കിട്ടിയ അവശിഷ്ട നൈട്രേറ്റിൻ്റെ അംശം കൊണ്ടാണ് ഇത്രയും വളരുന്നത്. പയറും ഞാനിത് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് രീതിയിലാണ് ഇത് പടർത്തിയത്. ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിന് തൂണക്കയറിയല്ലല്ലോ നമ്മൾ ഫ്ലാഗ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെടി പടർത്താനുള്ള ഇടം നമുക്ക് ചെടിയെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് കൊണ്ടുവന്നിട്ട് അതിന് ചെടി പടർന്നു കഴിഞ്ഞാൽ കാവറിക്കാനോ അല്ലെങ്കിൽ കീടങ്ങളുണ്ടെങ്കിൽ കീടങ്ങളെ അകറ്റാനോ കീടങ്ങളെ നശിപ്പിക്കാനോ ഒക്കെ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ വരെ എത്തി. ഇത് ഇനി ഇതിനകത്തുനിന്ന് ഇവിടെ കായുണ്ടെങ്കിൽ അത് പറിക്കാനോ അല്ലെങ്കിൽ ചെടി നല്ലപോലെ പടരുന്നില്ലെങ്കിൽ അത് പടർത്താനോ ഒക്കെ വളരെ സൗകര്യമായി. അത് കഴിഞ്ഞിട്ട് കായ പറിക്കുകയോ അല്ലെങ്കിൽ കീടങ്ങളെ അകറ്റിയതിന് ശേഷം ഇതിനെ പിന്നെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വഴിയാണ്. അന്നേരം ഈ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ടൈപ്പ് കൃഷി രീതി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് ചെടി വളർത്തുകയും ചെയ്യാം, അതേ സമയത്ത് വഴിക്ക് തടസ്സവുമാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് പിന്നെ ഭക്ഷ്യസാധനങ്ങൾ പരിമിതമായ സ്ഥലത്തു നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഞാനിവിടെ ജാതിയെ ബഡ് ചെയ്യുകയും ഗ്രാഫ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അവർ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് അവിടെ നടക്കുന്നത്. അത് 3-ാം കൊല്ലം തൊട്ടത് കായ്ച്ചു തുടങ്ങി. അത് ഇത്രയും ചെറുപ്രായത്തിൽ അത് കായ്ക്കുകയും അതിനകത്തുനിന്ന് ഫലം ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഗുണം കൊണ്ടാണ്. സ്റ്റയോണിക് ഇഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. സ്റ്റോക്കിൻ്റെ സയോണിൻ്റെയും ഗുണം കിട്ടും. ഇത് സ്റ്റോക്ക് കാട്ടുജാതിയാണ്. മറ്റേ സയോൺ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് കാട്ടുജാതിയാണ്. സയോൺ എന്ന് പറയുന്നത് നല്ല അത്യുൽപാദന ശേഷിയുള്ള ജാതിയുടെ ഇത് കമ്പ് അത് ഊട്ടിത്തുകൊണ്ടാണ്. അന്നേരം അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ അതിനകത്തുനിന്ന് ഉൽപ്പന്നം കിട്ടും. ഈ മത്തൻ ഇത് തൈ ഉൽപ്പാദിക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ അരിയിൽ നിന്നാണ്. ഞാനത് പതി വെച്ചുണ്ടാക്കിയാണ്. ഇതിൻ്റെ അമ്മച്ചെടി ഇതാ അവിടെ കിടക്കുന്നു. അതിനകത്തുനിന്ന് ഞാൻ പതി വെച്ച് ഉൽപ്പാദിപ്പിച്ച ഒരു തൈയാണ്. അതും കായ്ച്ചു തുടങ്ങി. അമ്മച്ചെടി ഇപ്പോഴും കായ്ക്കുന്നുണ്ട്. അന്നേരം ഇത് സാധാരണ ഒരു മത്ത് നട്ട് കായ്ച്ച് വരണമെങ്കിൽ 45 ദിവസം എടുക്കും. ഏതാണെങ്കിൽ ഇത് പതി വെച്ചെടുത്തതായതുകൊണ്ട് അത് ഒരു 10-20 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അത് പൂത്ത് കായ്ക്കാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാറിനെ സംബന്ധിച്ച് ഇവിടെ വളരെ ഏരിയ കുറവാണ്, കൂടുതലും റബ്ബർ കൃഷിയാണ് ചെയ്യുന്നത്. എങ്കിലും ആ ഉള്ള ഏരിയയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാത്തരം പച്ചക്കറിയും ഇവിടെ അവൈലബിൾ ആണ്. മത്തൻ, പയർ, മുളക്, സോയാബീനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ മറ്റ് നമ്മുടെ സാധാരണഗതിയിലുള്ള പച്ചക്കറിക്കെല്ലാം പുറമെ തന്നെ കഴിഞ്ഞ വർഷം ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ ഈ മുറ്റം നിറയെ ഗ്രോ ബാഗിൽ കോളിഫ്ലവറും ക്യാബേജും നിറയെ നിൽക്കുന്നത്, അതും ഭംഗിയായി വിളവെടുക്കാൻ ഭാഗത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളെ സ്വാഗതം ചെയ്തത്. അത് അന്ന് എനിക്ക് ഈ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ടായത്. നമ്മളധികം കാണാത്ത ക്യാബേജും കോളിഫ്ലവറും കൂടെ നിറഞ്ഞ ഒരു മുറ്റമായിരുന്നു കഴിഞ്ഞ വർഷം. എന്ന് വെച്ചാൽ സീസണിൽ ഞാനിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ആദ്യത്തെ ഫീൽഡ് വിസിറ്റിന് വന്ന സമയത്ത് കണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 2010 ഇവിടെ ഒരു വലിയ സെമിനാർ നടന്നത്, ശീതകാല പച്ചക്കറി കൃഷിയെ പറ്റി ഒരു സെമിനാർ നടന്നിരുന്നു. അതിൽ ശീതകാല പച്ചക്കറി പറ്റിയെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറ്റിയും അതിനെപ്പറ്റി സാറ് തന്നെ സംശയം ചോദിക്കുകയും അതിൻ്റെ ഭാഗമായി അന്നിരുന്ന കൃഷി ഓഫീസർ ശീതകാല പച്ചക്കറിയായ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിത്തുകൾ ഇവിടെ സംഘടിപ്പിച്ചു കൊടുക്കുകയും സാർ അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ഇവിടെയുള്ള കർഷകർക്ക് അന്നത് കൊടുക്കുകയും വ്യാപകമായ രീതിയിൽ ആ വർഷം ഒരു കൃഷി ഇറക്കാൻ ക്യാബേജിനെ നമ്മുടെ നാട്ടിലധികം കാണാത്ത ക്യാബേജും കോളിഫ്ലവറും വ്യാപിപ്പിക്കുന്നതിൽ ഒരു ഫോറണ്ണറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് പലരും ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ പയനിയറായിട്ട് നമുക്ക് ശ്രീ വിജയരാജൻ സാറിനെ കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പച്ചക്കറി കൃഷി ക്ലസ്റ്ററിൽ ഇദ്ദേഹത്തിന് ഇവിടുത്തെ ക്ലസ്റ്ററിൽ ഒരു അംഗമായിരുന്നു. പച്ചക്കറി കൃഷിക്ക് നമ്മൾ സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട്. നല്ല മികച്ചൊരു കർഷകൻ എന്ന രീതിയിൽ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പല പ്രാവശ്യം സമീപിച്ചെങ്കിൽ അദ്ദേഹത്തിന് അതിനോടുള്ളൊരു താല്പര്യമില്ലായ്മ കാരണം ഇങ്ങനെ മാറി നിൽക്കുകയാണ്.
ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ് ശ്രീ വിജയരാജൻ സാറ്. അത് അടുത്തറിയുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വാഴയ്ക്ക് പിണ്ടിച്ചെല്ലിയുടെ ശല്യം കൊണ്ട് കർഷകൻ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അതിന് ഞാൻ ഇപ്പം പുതുതായിട്ട് ചെയ്യുന്ന ഒരു രീതി ജൈവ കീടനാശിനി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ജൈവ കീടനാശിനിക്ക് ഉപയോഗിക്കുന്നത് സോപ്പ്, വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമാണ്. റേഷ്യോ 20 ഗ്രാം വെളുത്തുള്ളി, 20 ml വേപ്പെണ്ണ, 5 ഗ്രാം ബാർ സോപ്പ്, ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കി ഇത് 1 ലിറ്റർ ലായനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അന്നേരം 1 ലിറ്റർ ലായനി ഉണ്ടാക്കിയിട്ട് ആ ലായനി നമ്മുടെ പിണ്ടിച്ചെല്ലി ബാധിച്ച വാഴയുടെ പിണ്ടിച്ചെല്ലി ബാധിച്ചതിൻ്റെ ലക്ഷണമായിട്ട് കാണുന്ന ഇതിനകത്തൂടെ തുപ്പൽ പോലെ അല്ലെങ്കിൽ സോപ്പ് വെള്ളം പോലെ ഒരു ദ്രാവകം ഒഴുകി വരുന്നത് കാണാം. അന്നേരം ആ ദ്രാവകം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് പിണ്ടിയുടെ പുഴു ഉണ്ടെന്നുള്ളതാണ്. പിണ്ടി പുഴു, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞാൽ വാഴയുടെ ഏറ്റവും വലിയ ഒരു മാരകമായ ശത്രുവാണ് പിണ്ടിപ്പുഴു എന്ന് പറയുന്നത്. അത് പിണ്ടിച്ചെല്ലി ഇതിനകത്ത് കൊണ്ട് മുട്ടയിടും. എന്താ പിണ്ടിച്ചെല്ലി അതിനകത്ത് മുട്ടയിടുമെന്ന് പറഞ്ഞാൽ 4 മാസമാകുമ്പോഴാണ് വാഴക്കൂമ്പിൻ്റെ കാമ്പ് വാഴയ്ക്കകത്തുണ്ടാകുന്നത്. അന്നേരം വാഴക്കൂമ്പിൻ്റെ കാമ്പ് ഉണ്ടാകുമ്പോൾ അത് വളരെ സുഭിക്ഷമായ ഭക്ഷണമായിരിക്കും. ആ ഭക്ഷണം ഉറപ്പ് വരുത്തിയിട്ടാണ് അമ്മച്ചെല്ലി കൊണ്ടുവന്ന് വാഴയ്ക്കകത്ത് മുട്ടയിടുന്നത്. അന്നേരം അതിന് സുഭിക്ഷമായ ഭക്ഷണം ഉറപ്പ് വരുത്തിയിട്ട് മുട്ടയിടുന്നതിന് ആ കാമ്പ് 4 മാസമാകുമ്പം വാഴയുടെ നല്ലപോലെ വളരുന്ന വാഴയുടെ അകത്ത് പിണ്ടിയും കൂമ്പിൻ്റെ കാമ്പും കൂടെ ഉണ്ടാകും. അത് നല്ല ഭക്ഷണമായതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരെ സുഭിക്ഷമായിട്ട് തിന്ന് വളരും. അന്നേരം ആ അവസ്ഥയിൽ ആണ് നമ്മൾ ഇതിനകത്തുനിന്ന് തുപ്പൽ പോലെ അല്ലെങ്കിൽ സോപ്പ് ദ്രാവകം പോലെ ഒരു ലായനി പുറത്തു വരുന്നത്. അന്നേരം അത് കണ്ടാൽ ഉടനെ ഈ ലായനി എടുത്തിട്ട് ഞാനിപ്പം കാണിക്കുന്ന പോലെ ഒരു ആ തുപ്പൽ പോലെ അല്ലെങ്കിൽ സോപ്പ് ലായനി പോലെ ഒലിച്ചു വരുന്ന ഭാഗത്തേക്ക് കുത്തിവെക്കുന്ന ഉടനെ ഇത് കയറുകയില്ല. സാധാരണഗതിയിൽ ഇത് കയറുകയില്ല. അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇത് സ്പ്രിഞ്ചിൻ്റെ പിസ്റ്റൺ അല്പം പുറകോട്ട് വലിച്ചിട്ട് അന്നേരം അവിടെ ഒരു സ്പേസായി. ആ സ്പേസ് ആകുന്ന ഉടനെ അവിടോട്ട് ഇത് പ്രസ് ചെയ്താൽ നല്ലവണ്ണം കയറിപ്പോവും. പിന്നെ അവിടെ കയറ്റി വെച്ചിട്ട് സാധാരണ ഒരു 25 ml സൂചിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ചെറിയ സിറിഞ്ച് ആയതുകൊണ്ട് അത്രയും ആഴത്തിലൊന്നും കയറിപ്പോവുകയില്ല. നല്ല 25 ml സ്ട്രോങ് ആയിട്ടുള്ള സൂചിയാണെങ്കിൽ നമുക്ക് ആഴത്തിലും കുറേ കൂടുതൽ സൊല്യൂഷനും ഇതിനകത്ത് കുത്തിവെക്കാൻ സാധിക്കും. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലും താഴെയും 1-2 സ്ഥലത്തും ഇത് കുത്തിവെക്കുക. അന്നേരം ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിണ്ടിച്ചെല്ലി കൊണ്ടുവന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അതിൻ്റെ ലാർവയാകുമ്പം അതിന് സുഭിക്ഷമായ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാണ് അമ്മ കൊണ്ടുവന്ന് ഇതിനകത്ത് മുട്ടയിട്ടത്. പക്ഷേ ഇപ്പം ഈ സോപ്പ്, വേപ്പെണ്ണ, വെളുത്തുള്ളി സൊല്യൂഷൻ പുരട്ടിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ആ സ്വാദിഷ്ടമായ ഭക്ഷണം ഭക്ഷ്യയോഗ്യമാകാതിരിക്കും. ഭക്ഷ്യയോഗ്യമല്ലാതാകും. ഭക്ഷ്യയോഗ്യമല്ലാതായ അങ്ങനെ വരുന്ന ഭക്ഷണം കിട്ടാതെ ഈ കുഞ്ഞുങ്ങൾ ഇതിനകത്തിരുന്ന് അങ്ങ് ചത്തുപോകും. അങ്ങനെ ഈ ഒരു വാഴയെ രക്ഷിച്ചാൽ ഈ പ്രദേശത്തെല്ലാം ഇതിനകത്ത് ഒരു 10,000 മുട്ടയിട്ടിട്ടുണ്ടായിരിക്കും. 10,000 പുഴുക്കളും ഉണ്ടാകും. ആ പുഴുക്കളെ മുഴുവൻ കൊന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ മുഴുവൻ പിണ്ടിച്ചെല്ലിയുടെ ബാധയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഈ ഒരു കുത്തിവയ്പ്പ് രോഗമല്ല കീടബാധ ഉണ്ടാകാതിരിക്കാനും കീടബാധ ഉണ്ടായാൽ അതിനെ പ്രിവെൻറ്റീവ് ആൻഡ് ക്യൂറേറ്റീവായിട്ട് ഈ കുത്തിവയ്പ്പ് ഉപയോഗിക്കാവുന്നതാണ്. പ്രകൃതിയിലെ സഹജീവനത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ഈ അസോള എന്ന് പറയുന്ന ചെടി. ഇത് 2 ചെടികൾ ചേർന്ന് സഹവസിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ചെടി ഒരു ഫേൺ വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിനകത്ത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേറൊരു ചെടിയുണ്ട്. അത് ഒരു ആൽഗയുടെ വർഗത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ പേര് അനബീന എന്നാണ്. അനബീനയും അസോള എന്ന് പറയുന്ന ചെടിയും രണ്ടും കൂടെ ജീവിക്കുമ്പോൾ ഇതിന് പരസ്പര സഹകരണ സംഘം എന്ന് പറഞ്ഞ പോലെ പരസ്പരം സഹായിച്ചാണ് അവർ ജീവിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ പ്രകൃതിയിലെ അറ്റ്മോസ്ഫിയറിലെ 78% നൈട്രജനാണ്. ആ നൈട്രജനെ നമ്മുടെ ചെടികൾക്കൊന്നും വലിച്ചെടുക്കാൻ സാധിക്കില്ല. അന്നേരം ചെടികൾക്ക് ഇത് നൈട്രജൻ
കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു കോമ്പൗണ്ട് ആക്കിയെങ്കിൽ വെള്ളത്തിൽ ലയിക്കുകയുള്ളൂ. അന്നേരം വെള്ളത്തിൽ ലയിക്കുന്ന കോമ്പൗണ്ട് ആക്കി മാറ്റിയാൽ ചെടികൾക്ക് ഏത് ചെടികൾക്കും നൈട്രജനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ചെയ്യുന്നത് ഈ അനബീന എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെടി അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്തിട്ട് അത് 1-2 ദിവസം കൊണ്ട് ഈ അനബീന എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് ചെടി അതിൻ്റെ ആയുസ് 1-2 ദിവസമേ ഉള്ളൂ. പിന്നെ അത് ചത്ത് കഴിയുന്നുടനെ അത് വെള്ളത്തിൽ ലയിച്ച് ചേർന്നു. അന്നേരം അതിൻ്റെ ശരീരത്തിൽ ശേഖരിച്ച് വെച്ച നൈട്രജൻ മുഴുവൻ വെള്ളത്തിൽ ലയിക്കുന്നു. ആ വെള്ളത്തിൽ ലയിച്ച നൈട്രജൻ ഉപയോഗിച്ചാണ് ഈ ഫേൺ വർഗത്തിൽപ്പെട്ട അസോള വളരുന്നത്. അന്നേരം ഈ അസോളയും പിന്നെ അനബീനയും തമ്മിലുള്ള സംസർഗം കൊണ്ട് ഇതിൻ്റെ നൈട്രജൻ കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ ചെടി ഉൽപ്പാദിപ്പിക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഈ അസോളയിൽ കാണുന്നത് ഏതാണ്ട് 30%, മറ്റൊരു ചെടിയിലും കാണാത്ത വണ്ണം 30% ഡ്രൈ വെയിറ്റ് ഈ പിന്നെ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആടിനും കോഴിക്കും എല്ലാത്തിനും ഭക്ഷണമായിട്ട് ഉപയോഗിച്ചാൽ സാധാരണ കോഴി 270 മുട്ടയാണ് ഒരാണ്ടിലിടുന്നതെങ്കിൽ ഇത് അസോള കൊടുക്കുന്ന ഒരു കോഴിയെ 330 മുട്ടയിൽ കുറയാതിടും. അതുപോലെ തന്നെ പശുവിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ 2 കിലോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 4 കിലോ പിന്നെ കാലിത്തീറ്റ കൊടുക്കുന്ന ഒരു പശുവിന് കാലിത്തീറ്റ കൊടുക്കുന്ന ഒരു പശുവിന് 2 കിലോ അസോളയും 2 കിലോ ഇത് കാലിത്തീറ്റയും കൊടുത്താൽ മതി. 2 കിലോ കാലിത്തീറ്റ ഒഴിവാക്കാൻ പറ്റും. 2 കിലോ കാലിത്തീറ്റ ഒഴിവാക്കുമ്പോഴത്തേക്ക് കർഷകന് ലാഭം 30-60 രൂപയാണ്. അതേസമയത്ത് ഇത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഇത് 50 പൈസ 1 കിലോ അസോള ഉണ്ടാക്കുന്നതിന് ചിലവുള്ളൂ. അന്നേരം കർഷകന് ആ തരത്തിൽ തന്നെ 60 രൂപയുടെ സ്ഥാനത്ത് നിന്ന് 50-50 രൂപ ലാഭിക്കാൻ പറ്റും. പിന്നെ ഇത് കൊടുക്കുന്ന പശുവിൻ്റെ പാലിന് അതിനകത്ത് SNF കണ്ടൻറ്റ് സാധാരണയുള്ളതിൻ്റെ 1/3 കൂടുതലാണ്. അന്നേരം ആ SNF കൂടുതൽ 1/3 കൂടുതലൂടെയുള്ള പാലിന് 1/3 കൂടെ വില കിട്ടും. ഇപ്പം 36 രൂപ വിലയുള്ള പാലിന് 46 രൂപയിൽ കൂടുതൽ വില കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാലിത്തീറ്റയുടെ ലാഭം മാത്രമല്ല, പശുവിന് കൂടുതൽ ഈ ഫൈബറുള്ള അയവിറക്കുന്ന ആനിമലാണ് പശു, ആട്. അന്നേരം അതിന് അയവിറക്കാൻ ഈ ഫൈബറുള്ള ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് പശുവിൻ്റെ ആരോഗ്യം കൂടുതൽ വർദ്ധിക്കുന്നു. പശുവിന് രോഗബാധ ഉണ്ടാകുന്നില്ല, വളർച്ച കൂടുന്നു, പാലുൽപാദനം കൂടുന്നു. പിന്നെ ആ നിലയിൽ കർഷകന് സാമ്പത്തിക ലാഭം പാലിൻ്റെ ഉൽപ്പാദനത്തിൽ കൂടെ അല്ലാതെ ഒരേ ക്വാണ്ടിറ്റി പാലാണെങ്കിൽ പോലും അതിന് 1/3 വില കൂടുതൽ കിട്ടുന്നു. അങ്ങനെ കർഷകന് വളരെ കർഷകന് വളരെ പ്രയോജനമുള്ള ഒരു ആഹാരമാണ്. കോഴിക്കും ഇതുപോലെ കൊടുക്കാം, കോഴിക്കും കാടയ്ക്ക് കൊടുക്കാം, മീനെ വളർത്തുന്നവർക്കും ഇത് കൊടുക്കാം. 30% പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന ത്വരിതപ്പെടുത്തുന്ന ഒരു ഘടകമല്ലേ ജീവകം എന്ന് പറഞ്ഞ പ്രോട്ടീന്. അന്നേരം പെട്ടെന്ന് വളരാനും ഇത് ഉപയോഗിക്കുന്നു. പിന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇത് പ്രയോജനപ്പെടുന്നു. എന്നാൽ കർഷകന് ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. പക്ഷേ ഇന്നും കർഷകന് ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് മുമ്പേ നടന്ന വഴിയിൽ കൂടെ മാത്രം നടന്ന് ശീലിച്ച മലയാളിക്ക് ഇതിൻ്റെ പ്രയോജനം ഇപ്പോഴും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇത് ഉപയോഗപ്പെടുത്തിയാൽ കർഷകന് ഇന്ന് ക്ഷീരകർഷകന് അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റ് എല്ലാ കഷ്ടപ്പാടിൽ നിന്നും അവനൊരു മോചനമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം, എൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാ ക്ഷീരകർഷകനും പക്ഷികളെ വളർത്തുന്നവനും മീൻ വളർത്തുന്നവനും എല്ലാം അസോള വളർത്തി അവരുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം.
സ്വാഗതം. പ്രധാന വാർത്തകൾ. കന്നുകുട്ടി സംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 8-ന്. കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗവും പ്രവൃത്തി പരിചയ പരിശീലനവും എന്ന വിഷയത്തിൽ കോഴ്സ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതി ഗോവർദ്ധനിയുടെ ഉദ്ഘാടനവും നാടൻ പശുക്കളെ വളർത്തുന്ന കർഷകരുടെ സംഗമവും ഓഗസ്റ്റ് 8-ന് 2 മണിക്ക് കോട്ടയത്ത് നടക്കും. 4 മാസം മുതൽ 9 മാസം വരെ പ്രായമുള്ള പശുക്കുട്ടികളെ ദത്തെടുത്ത് അവയെ പരിപാലിക്കാൻ ആവശ്യമായ തീറ്റ ചെലവിന്റെ പകുതി നൽകുന്നതാണ് ഗോവർദ്ധനി പദ്ധതി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചൂർ പശു, കാസർഗോഡ് ഡാർഫ് എന്നിവയെ സംരക്ഷിക്കുന്നതിന് സാങ്കേതിക സഹായവും ധനസഹായവും നൽകുന്നതിനുള്ള പ്രത്യേക പദ്ധതി സംസ്ഥാന കന്നുകാലി വികസന ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഗോവർദ്ധനി പദ്ധതിയും ക്ഷീരകർഷക സംഗമവും കൃഷിവകുപ്പ് മന്ത്രി KP മോഹനന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കർഷകരെ ആദരിക്കും. തിരുവനന്തപുരം മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 8-ാം തീയതി മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിക്കുള്ള കണിക ജലസേചന രീതിയെക്കുറിച്ചും 9-ാം തീയതി പാരമ്പര്യ മൃഗചികിത്സാ രീതിയെക്കുറിച്ചും പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് മിത്രനികേതനുമായി ബന്ധപ്പെടണമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ അറിയിച്ചു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04712882 മൊബൈൽ നമ്പർ 9387882778. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി ഗോരക്ഷയുടെ 17-ാം ഘട്ടം ആരംഭിച്ചു. പഞ്ചായത്തുകളിൽ ക്യാമ്പുകൾ വഴിയും ഭവന സന്ദർശനങ്ങൾ വഴിയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചു. പശു, എരുമ, പട്ടി എന്നിവയെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ഒരു 1-ന് 5 രൂപയാണ് ഫീസ്. കാർഷിക സർവകലാശാല മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗവും പ്രവൃത്തി പരിചയ പരിശീലനവും എന്ന വിഷയത്തിൽ 6 മാസം ദൈർഘ്യമുള്ള പരിശീലന പരിപാടി നടത്തുന്നു. ഓഗസ്റ്റ് 20-ന് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8086405476. കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പഴവർഗ സംസ്കരണത്തിൽ ഓഗസ്റ്റ് 12, 13 തീയതികളിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8086405476. നാളികേര വികസന ബോർഡ് നേര്യമംഗലത്തുള്ള വിത്തുൽപാദന തോട്ടത്തിൽ വെച്ച് തെങ്ങിന്റെ വിവിധ സങ്കരണ മാർഗങ്ങളും സങ്കര വിത്തുൽപാദനവും ആസ്പദമാക്കി 1 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. 18-നും 40-നും മധ്യേ പ്രായമുള്ള ഹയർ സെക്കൻഡറി തലത്തിൽ ബയോളജി മുഖ്യ വിഷയമായോ VHSC അഗ്രികൾച്ചറോ പഠിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാം. പരിശീലന കാലയളവിൽ സൗജന്യ താമസവും 150 രൂപ ദിനബത്തയും നാളികേര ബോർഡ് നൽകും. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: അസിസ്റ്റന്റ് ഡയറക്ടർ, നാളികേര വികസന ബോർഡ്, DSP ഫാം, നേര്യമംഗലം, എറണാകുളം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04852554 വിപണിയിൽ കാന്താരി മുളകിന് പിന്നാലെ പച്ചമുളക് ഇനങ്ങൾക്കും വില വർദ്ധിച്ചു. തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് പച്ചമുളക് ഇനങ്ങളുടെ വരവ് കുറഞ്ഞതാണ് വില കൂടാൻ കാരണം. കർണാടകത്തെയാണ് പച്ചമുളക് ഇറക്കുമതിക്ക് കേരളം ആശ്രയിക്കുന്നത്. പച്ചമുളകിന് ഇപ്പോൾ കിലോഗ്രാമിന് 60 രൂപയാണ് വില. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പച്ചമുളകിന് കിലോഗ്രാമിന് 20 രൂപയായിരുന്നു. സൗദിയിലേക്കുള്ള പച്ചമുളകിന്റെ ഇറക്കുമതി നിരോധിച്ചിരിക്കുകയാണ്. കീടനാശിനിയുടെ അംശം കൂടുതലാണെന്ന കാരണത്താലാണ് നിരോധനം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 16,500 രൂപ, കോഴിക്കോട് 17,700, തൃശൂർ 16,700. കൊപ്ര കൊച്ചി 11,500, കോഴിക്കോട് 11,800, തൃശൂർ 11,160. കുരുമുളക് അൺഗാർബിൾഡ് 72,000, ഗാർബിൾഡ് 75,000. ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500. മഞ്ഞൾ സേലം 7,000, ഈറോഡിൽ 7,200. അടയ്ക്ക പുതിയത് 26,000 മുതൽ 27,000 വരെ. കൊച്ചി റബ്ബർ RSS 5 ക്വിൻ്റലിന് 13,000 രൂപ, റബ്ബർ RSS 4 13,800.
കോട്ടയം റബ്ബർ RSS 5 13,100, റബ്ബർ RSS 4 13,700. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 16,500 രൂപ, കൊപ്ര 11,500, പിണ്ണാക്ക് എക്സ്പെല്ല് 2,300, റോട്ടറി 3000, കുരുമുളക് അൺഗാർബിൾഡ് 72,000, ഗാർബിൾഡ് 75,000, ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 26,000 മുതൽ 27,000 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 മുതൽ 275 വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450 മുതൽ 480 വരെ. ജാതിപത്രി 700 മുതൽ 850 വരെ. ഗ്രാമ്പു 900 മുതൽ 1010 വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 13,000, റബ്ബർ RSS 4 13,800, ഒട്ടുപാൽ 8,800, ലാറ്റക്സ് 10,000. കമ്പോള അവലോകനം. ഉത്തരേന്ത്യയിൽ ഉത്സവ ദിനങ്ങൾ അടുത്തതോടെ ഏലത്തിന് ആവശ്യക്കാർ ഏറി. വടക്കേ ഇന്ത്യൻ ഡിമാൻഡിൽ ഇന്ന് ലേലത്തിന് വന്ന ഏലം പൂർണ്ണമായി വിറ്റഴിഞ്ഞു. കുമിളി ലേലത്തിന് എത്തിയ 16,528 കിലോ ചരക്കും ഇടപാടുകാർ മത്സരിച്ച് ശേഖരിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 966 രൂപയിലും ശരാശരി ഏലം 771 രൂപയിലും കൈമാറി. പ്രതികൂല കാലാവസ്ഥ മൂലം വിളവെടുപ്പ് അല്പം മന്ദഗതിയിലാണ്. റബ്ബറിന്റെ വിലത്തകർച്ചയെ മറികടക്കാൻ തായ്ലാന്റ് 3.5 ലക്ഷം റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റാൻ നീക്കം. എന്നാൽ ഈ വെളിപ്പെടുത്തൽ ആഗോള വിപണിയിൽ കാര്യമായ പ്രതികരണം ഉളവാക്കിയില്ല. അതേസമയം ടയർ കമ്പനികളിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങിയതിനാൽ 4ാം ഗ്രേഡ് കിലോ 137 രൂപ വരെ താഴ്ന്നു. ടാപ്പിംഗ് രംഗത്തെ പ്രതിസന്ധി വിട്ടുമാറിയില്ല. നാളികേര ഉൽപ്പന്നങ്ങൾ മികവ് തുടരുന്നു. വെളിച്ചെണ്ണ വിപണി തുടർച്ചയായ 3ാം ദിവസവും റെക്കോർഡ് തിരുത്തി. 16,500 രൂപയിലാണ് കൊച്ചിയിൽ ഇടപാടുകൾ അവസാനിച്ചത്. കൊപ്ര 11,500ലേക്ക് ഉയർന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.7, 22.7. കൊച്ചി 27, 22.2. ആലപ്പുഴ 29.5, 22. പുനലൂർ 30.7, 21. തിരുവനന്തപുരം 31, 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.